വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരുടെ വരവ്, എസ്പെഷ്യലി വാസ്കോ ഡ ഗാമ, അതുപോലെ തന്നെ കബ്രാൾ, മാത്രമല്ല ഗാമയുടെ രണ്ടാമത്തെ വരവ്, ആ വരവിൽ സാമൂതിരിയും കൊച്ചിയുമായിട്ടുണ്ടായ യുദ്ധം ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് പറയാൻ പോകുന്നത് മറ്റ് പോർച്ചുഗീസ് സഞ്ചാരികളെ പറ്റിയാണ്. അതിലേറ്റവും പ്രധാനി അൽബുക്കർക്കായിരുന്നു. അൽബുക്കർക്ക് 1503 സെപ്റ്റംബറിലാണ് പോർച്ചുഗീസുകാരനായ അൽഫോൺസോ ഡി അൽബുക്കർക്ക് നാവികസേനയുമായിട്ട് കൊച്ചിയിലെത്തിയത്. അപ്പോൾ സാമൂതിരിയുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റിരിക്കുകയായിരുന്ന കൊച്ചി രാജാവിന് കിട്ടിയ വളരെ വലിയൊരു ഉണർവായിരുന്നു അൽബുക്കർക്കിൻ്റെ കൊച്ചി സന്ദർശനം. ഈ അൽബുക്കർക്കിൻ്റെ അപ്പോൾ യുദ്ധത്തോടു കൂടി തന്നെയാണ് അൽബുക്കർക്ക് കൊച്ചിയിലേക്ക് എത്തിയത്. വളരെ വലിയ സന്നാഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ സാമൂതിരിയുടെ സേന പിൻവാങ്ങുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് തൻ്റെ നഷ്ടപ്പെട്ട അധികാരം തിരികെ നേടിക്കൊടുക്കുന്നു. അപ്പോൾ കേരളത്തിലെ പ്രബലമായൊരു രാജ്യത്തെ പരാജയപ്പെടുത്തിയ പോർച്ചുഗീസുകാർ വിജയലഹരിയിൽ ആ പോർച്ചുഗീസ് സൈന്യങ്ങൾ പലയിടങ്ങളും നിരവധി ഇടങ്ങൾ കൊള്ളയടിക്കുകയും വളരെ സാധാരണക്കാരായ കുറേ ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തു. ഈ പോർച്ചുഗീസുകാരോട് അൽബുക്കർക്കിനോട് അപാരമായ നന്ദിയുള്ള കൊച്ചി രാജാവ് അവർക്ക് കൊച്ചിയിൽ കോട്ട കെട്ടാൻ അനുമതി കൊടുക്കുന്നു. അങ്ങനെ 1503 സെപ്റ്റംബർ 27-ാം തീയതി തറക്കാലിട്ട ആ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. പോർച്ചുഗീസുകാർ തങ്ങളുടെ സ്വന്തം രാജാവിനോടുള്ള ബഹുമാനം കൊണ്ട് ആ കോട്ടയ്ക്ക് പോർച്ചുഗീസ് രാജാവിൻ്റെ പേര് തന്നെ കൊടുത്തു. അങ്ങനെയാണ് ഫോർട്ട് മാനുവൽ എന്ന കോട്ട ഉയർന്നു വരുന്നത്. അപ്പോൾ ഫോർട്ട് മാനുവലാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. കൊച്ചിയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും സാമൂതിരി ആ രാജ്യത്തെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. അപ്പോൾ ആദ്യമായിട്ട് സാമ്പത്തിക ഉപരോധം കൊച്ചിക്ക് മേൽ ഏർപ്പെടുത്താൻ സാമൂതിരി തീരുമാനിക്കുന്നു. അതിന് അദ്ദേഹം കണ്ടത് ഈ അറബി മുസ്ലിം വ്യാപാരികളുടെ സഹായം അദ്ദേഹം ആവശ്യപ്പെടുന്നു. അങ്ങനെ കൊച്ചിയിലേക്കുള്ള അരി ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവെച്ചു സാമൂതിരി. അപ്പോൾ കൊച്ചി സൈന്യത്തെ പട്ടിണിക്കിട്ട് കീഴ്പ്പെടുത്താൻ ആണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ യൂറോപ്യന്മാരുടെ സൈനിക സ്വാധീനം വളരെ അധികം ലഭിച്ചിരുന്ന കൊച്ചി രാജാവ് ഇപ്പോൾ സാമൂതിരിയുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ 1504 സാമൂതിരിയിൽ നിന്ന് കൊച്ചി രാജാവ് കൊടുങ്ങല്ലൂർ എന്ന ദേശം പിടിച്ചെടുക്കുന്നു. ഇതോടെ കൊച്ചിയും കൊടുങ്ങല്ലൂരും പോർച്ചുഗീസുകാരുടെ വാണിജ്യ മേഖലയായിട്ട് മാറുന്നു. അപ്പോൾ ആൽബുക്കർക്കിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ മറ്റ് ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ രാഷ്ട്രീയപരമായിരുന്നു. കൊച്ചിയിൽ വളരെ വലിയ ശക്തിയായിട്ട് മാറാൻ ഇതോടെ പോർച്ചുഗീസുകാർക്ക് സാധിക്കുന്നു. അപ്പോൾ വ്യാപാരം ഒന്നുകൂടി വികസിച്ചു. പുതിയ പോർട്ടുകൾ പോർച്ചുഗീസുകാർക്ക് കിട്ടാൻ തുടങ്ങുന്നു. മറ്റൊരു പോർച്ചുഗീസ് സഞ്ചാരിയാണ് 1505 ഈ കേരളത്തിലെത്തിയ ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ചുരുക്കത്തിൽ അൽമേഡ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം പോർച്ചുഗൽ രാജാവിൻ്റെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽമേഡ. അദ്ദേഹം അഞ്ചുദ്വീപ്, മലാക്ക, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിലായിട്ട് കോട്ടകൾ സ്ഥാപിച്ചു. ഇതിലും കണ്ണൂരിലെ സെയിൻറ്റ് ഏഞ്ചലോ ഫോർട്ട് ഇതിൽ ഉൾപ്പെടുന്നു. പിൽക്കാലത്ത് ഈ കോട്ട ഡച്ചുകാരുടെയും തുടർന്ന് ബ്രിട്ടീഷുകാരുടെയും കൈകളിലെത്തുകയാണ് ചെയ്തത്. അപ്പോൾ പോർച്ചുഗീസുകാർ അധികാരം വ്യാപിപ്പിക്കാൻ തുടങ്ങിയതോടെ പല രാജാക്കന്മാരും അങ്കലാപ്പിലായി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരെ സപ്പോർട്ട് ചെയ്തിരുന്ന കണ്ണൂരിലെ കോലത്തിരി രാജാവ്. അപ്പോൾ കോലത്തിരി ഇപ്പോൾ പോർച്ചുഗീസുകാരോട് ഇടയുന്നു. അതിനുവേണ്ടി അദ്ദേഹം സാമൂതിരിയെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ സാമൂതിരിയുമായിട്ട് സൈനിക സഖ്യമുണ്ടാക്കി പോർച്ചുഗീസുകാർക്കെതിരെ കണ്ണൂർ രാജാവ് യുദ്ധം തുടങ്ങുന്നു. പക്ഷേ യുദ്ധത്തിൽ
വളരെ മുമ്പിലായിരുന്നു പോർച്ചുഗീസുകാർ. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ആധുനിക പരിശീലനം ലഭിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് സൈനിക മേധാവി ഡാകുൻഹയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ തോൽപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞില്ല. കണ്ണൂർ കോഴിക്കോട് സഖ്യത്തിന് ഒരിക്കലും കഴിഞ്ഞില്ല. അതോടെ യുദ്ധത്തിൽ തോറ്റ ഈ സഖ്യം പോർച്ചുഗീസുകാർക്ക് അനുകൂലമായ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ നിർബന്ധിതരായി. ഏറ്റവും നഷ്ടം പറ്റിയത് കോലത്തിരി രാജാവിന് തന്നെ ആയിരുന്നു. അപ്പോൾ സാമൂതിരിക്ക് പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ശക്തി മനസ്സിലായി. ഒരിക്കലും നാട്ടുരാജ്യങ്ങളുടെ സഖ്യം കൊണ്ട് പോർച്ചുഗീസുകാരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിന് പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കി. കാരണം പോർച്ചുഗീസുകാരുടെ സൈനിക ശക്തിയും സൈനിക തന്ത്രങ്ങളും വളരെ വലുതായിരുന്നു. കാരണം വെടിമരുന്നൊക്കെ അവരെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ സാമൂതിരി ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചു. ഈ വിദേശികൾക്കെതിരെ വിദേശീയരെ തന്നെ ശക്തി ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഈജിപ്ഷ്യൻ വ്യാപാരികളോടാണ് അദ്ദേഹം സാമൂതിരി സഹായം അഭ്യർത്ഥിച്ചത്. അപ്പോൾ സാമൂതിരിയുടെ സൈന്യവും ഈജിപ്ഷ്യൻ സേനയും ഒന്നിപ്പിക്കുക, എന്നിട്ട് ഈ പോർച്ചുഗീസുകാരെ ആക്രമിക്കുക, അതായിരുന്നു സാമൂതിരിയുടെ തന്ത്രം. അങ്ങനെ 1509 ഈ ഈജിപ്ഷ്യൻ കോഴിക്കോട് പോർച്ചുഗീസ് കാലിക്കറ്റ് സൈന്യങ്ങളും പോർച്ചുഗീസുകാർ തമ്മിൽ യുദ്ധം തുടങ്ങുന്നു. പക്ഷെ അതിലും അന്തിമ വിജയം പോർച്ചുഗീസുകാർക്കായിരുന്നു. അതോടുകൂടി സാമൂതിരിക്ക് അറബിക്കടലിൻ്റെ ആധിപത്യം നഷ്ടപ്പെടുന്നു. ഇപ്പോൾ അറബിക്കടലിൻ്റെ ആധിപത്യം പോർച്ചുഗീസുകാരുടെ കൈകളിലായി. ഇത് സാമൂതിരിക്ക് കനത്തൊരു തിരിച്ചടിയായിരുന്നു. അങ്ങനെ അറബിക്കടലും വ്യാപാരവും സാമൂതിരിയുടെ എന്നത്തെയും ശക്തിയായിരുന്നു. ഏതാണ്ട് അതേ വർഷം തന്നെ അൽമേഡ ഇന്ത്യ വിടുകയും പകരക്കാരനായിട്ട് അൽബുക്കർക്ക് വീണ്ടും എത്തുകയും ചെയ്യുന്നു. അപ്പോൾ തൻ്റെ രണ്ടാമത്തെ വരവിൽ അൽബുക്കർക്കിന് വളരെ വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് തൻ്റെ മുൻഗാമികളെ പോലെ തന്നെ അറബിക്കടലിൻ്റെ വ്യാപാര കുത്തക നിലനിർത്തുക. പക്ഷെ അതിന് പുറമെയായിട്ട് ഇന്ത്യയിലൊരു പൂർണ്ണ അർത്ഥത്തിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന വ്യക്തമായൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാദ്യം വേണ്ടത് സാമൂതിരിയെ, ശക്തനായ പ്രബലനായ സാമൂതിരിയെ അടിയറവ് പറയിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അൽബുക്കർക്കിൻ്റെ നിർദ്ദേശപ്രകാരം മാർഷൽ കുഡീഞ്ഞോയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം സാമൂതിരിയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ പോർച്ചുഗീസ് സൈന്യം സാമൂതിരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താവളമായ കോഴിക്കോട് കൊട്ടാരം ആക്രമിച്ച് തീയിട്ടു. എന്നാൽ സാമൂതിരിയുടെ വളരെ ശക്തമായ സൈന്യം വളരെ പെട്ടെന്ന് തിരിച്ചടിക്കുന്നു. ഇങ്ങനെ മാർഷൽ കുഡീഞ്ഞോ വധിക്കപ്പെടുന്നു. മാത്രമല്ല അൽബുക്കർക്കിന് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ പോർച്ചുഗീസ് സൈനിക തലവൻ വധിക്കപ്പെടുകയും അൽബുക്കർക്കിന് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഒരു കാര്യം അൽബുക്കർക്കിന് മനസ്സിലായി, സാമൂതിരി വളരെ ശക്തനാണ്. അപ്പോൾ അദ്ദേഹത്തോട് അക്രമത്തിൻ്റെ നയം പറ്റില്ല. മാത്രമല്ല വളരെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അനുനയം, ഇതിലൂടെ മാത്രമേ ഈ കോഴിക്കോടിനെ കീഴടക്കാനാവൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ 1513 പോർച്ചുഗീസ് സാമൂതിരി സഖ്യം നിലവിൽ വന്നു. അതോടുകൂടി അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് കോട്ട കെട്ടാനും വാണിജ്യം നടത്താനൊക്കെയുള്ള ഈ കച്ചവടം നടത്താനൊക്കെയുള്ള അനുവാദം ലഭിക്കുന്നു. അപ്പം അതിന് പകരമായിട്ട് സാമൂതിരി രാജാവ് ആവശ്യപ്പെട്ടത് കൊച്ചിക്കും കണ്ണൂരിനുമെതിരെയുള്ള സൈനിക സഹായം ആണ്. അപ്പം അത് അദ്ദേഹം നേടിയെടുക്കുന്നു. അങ്ങനെ സാമൂതിരിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കൊച്ചിയെയും കണ്ണൂരിനെയും തോൽപ്പിച്ച് തൻ്റെ സാമ്രാജ്യം ഒന്നുകൂടി വികസിപ്പിക്കുക ഇതായിരുന്നു. 1510 മറ്റൊരു സംഭവമുണ്ടായി. 1510 ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റുന്നത്. അങ്ങനെ 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്കേ ആഫ്രിക്ക മുതൽ ഏതാണ്ട് തെക്കേ ഏഷ്യ വരെയുള്ള പോർച്ചുഗീസ് പ്രദേശങ്ങളെല്ലാം ഗോവ ഗവർണറുടെ കീഴിലായിരുന്നു. അൽബുക്കർക്ക് മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർക്കുന്നു,
മാത്രമല്ല ഒരു യൂറോപ്യൻ പരിശീലനം അവർക്ക് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം ഈ പോർച്ചുഗീസുകാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ ഉണ്ടാക്കിയെടുക്കുക, ഒരു പുതിയ ജനതയെ വാർത്തെടുക്കുക. അങ്ങനെ പോർച്ചുഗീസുകാരോട് ഇന്ത്യൻ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ അൽബുക്കർക്ക് ആവശ്യപ്പെടുന്നു. പുതിയൊരു തലമുറയെ വാർത്തെടുക്കുക, പോർച്ചുഗീസുകാരെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഏതായാലും 1505 ഡിസംബർ മാസത്തിൽ മടങ്ങിപ്പോവാൻ ഒരുങ്ങുന്ന ആ വേളയിൽ അൽബുക്കർക്ക് ഗോവയിൽ വെച്ച് മരിക്കുന്നു. അൽബുക്കർക്കിൻ്റെ പിൻഗാമിയായിരുന്നു ലോപ്പോസോറസ്. അവർ മുൻഗാമികളെ പോലെ അത്ര പ്രബലന്മാരായിരുന്നില്ല. ഈ ലോപ്പോസോറസിൻ്റെ കാലഘട്ടത്തിൽ സാമൂതിരിയെ വധിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പക്ഷെ അത് വിഫലമാവുന്നു. അതോടുകൂടി വീണ്ടും സാമൂതിരിക്ക് പകയാവുന്നു, പോർച്ചുഗീസുകാർക്കെതിരെ അദ്ദേഹം തിരിയുന്നു. പിന്നീട് വന്ന പോർച്ചുഗീസ് വൈസ്രോയിമാരെല്ലാം ഈ സാമൂതിരിയെ ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സാമൂതിരിയെ വളരെ ഫലപ്രദമായിട്ട് ചെറുത്തു വന്നു. കാരണം ഈ കാലഘട്ടത്തിൽ സാമൂതിരിക്ക് സൈന്യത്തിലെ കുഞ്ഞാലി മരക്കാരുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞാലി മരക്കാർ ഇതിൽ പ്രധാനിയായ കുട്ടിയാലി എന്ന സൈനികൻ്റെ കീഴിൽ 1522-24 കാലഘട്ടത്തിൽ സാമൂതിരി ഈ പോർച്ചുഗീസ് സെൻറ്ററായ കൊടുങ്ങല്ലൂരും കൊല്ലവും ആക്രമിക്കുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നും കൊല്ലത്തു നിന്നും പോർച്ചുഗീസ് നാവികസേനയെ സാമൂതിരി തകർത്തെറിയുന്നു. അപ്പോൾ ആ സാമൂതിരിയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അങ്ങനെ 1524 ആയപ്പോഴേക്കും സാമൂതിരിയുടെ ജൈത്രയാത്ര വീണ്ടും തുടരുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് വാസ്കോ ഡ ഗാമ വീണ്ടും കേരളത്തിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വരവാണ്, അവസാനത്തെ വരവ്. 1524 അദ്ദേഹം അവസാനമായിട്ട് കേരളത്തിൽ എത്തുന്നത്. തവണ വൈസ്രോയി ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. പക്ഷെ 1524 ഡിസംബർ 24 ക്രിസ്മസ് തലേന്ന് ഗാമ കൊച്ചിയിൽ വെച്ച് മരിക്കുന്നു. മരണകാരണം മലേറിയ ആയിരുന്നു. അന്ന് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലമാണ് പിന്നീട് പള്ളിയായിട്ട് മാറുന്നത്. 1539 അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ പോർച്ചുഗലിലെ വിദിഗൊര എന്ന പ്രദേശത്ത് അടക്കം ചെയ്യുന്നു. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിരുന്നു ഹെൻറിക് ഡി മെനസിസ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് സമുദ്ര ആധിപത്യത്തിന് വേണ്ടി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ധാരാളം രൂക്ഷമായ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും സാമൂതിരിമാരുടെയും അതേപോലെ തന്നെ കുഞ്ഞാലി മരക്കാരുടെയും ചെറുത്തുനിൽപ്പ് വളരെ ശക്തമായതോടെ ഈ ചെറുത്തുനിൽപ്പ് ഈ പോർച്ചുഗീസുകാർക്ക് ഒരു പാര തന്നെയായിരുന്നു. അപ്പോൾ തങ്ങളുടെ ശക്തമായ ആധിപത്യം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ പോർച്ചുഗീസ് രാജാവ് ന്യൂനോ ഡാ കുൻഹ എന്ന നാവികനെ കേരളത്തിലേക്ക് അയക്കുന്നു. അദ്ദേഹമാണ് 1531 ചാലിയം കോട്ട പണിതത്. ചാലിയത്ത് കോട്ട കെട്ടുന്നു. ചാലിയം വളരെ തന്ത്രപ്രധാനമായൊരു ഭാഗമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് കോട്ട കെട്ടിയതിലൂടെ സാമൂതിരിക്ക് കടുത്ത ഭീഷണി ഉയർത്താനാണ് പോർച്ചുഗീസുകാർ സാധിച്ചത്. തീർച്ചയായിട്ടും സാമൂതിരിയുടെ കഴുത്തിന് നേരെ നീട്ടിയ ഒരു പീരങ്കി പോലെയായിരുന്നു ഈ ചാലിയം കോട്ട. ഏതായാലും തുടർച്ചയായ ധാരാളം യുദ്ധങ്ങൾ സാമൂതിരിയുടെ സൈന്യത്തെ ക്ഷയിപ്പിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുമായിട്ട് സന്ധി ചേരാൻ അദ്ദേഹം നിർബന്ധിതനാവുന്നു. അതിലൂടെ പോർച്ചുഗീസുകാർക്ക് തൻ്റെ ദേശത്തെവിടെയും വ്യാപാര കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള അനുവാദം സാമൂതിരി കൊടുക്കുന്നു. പകരം പോർച്ചുഗീസുകാർ ചെയ്യേണ്ടത് സാമൂതിരി മറ്റു ദേശങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ കക്ഷി ചേരാതെ നിൽക്കുക, മറ്റൊരു ദേശവുമായിട്ട് കക്ഷി ചേരാതെ നിൽക്കുക. ഇതായിരുന്നു ആ സന്ധിയിലെ പ്രധാനപ്പെട്ട കരാർ, പ്രധാനപ്പെട്ട ടേംസ് ഇതായിരുന്നു. എന്നാൽ ആ സന്ധി താൽക്കാലികം മാത്രമായിരുന്നെന്ന് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിച്ചു. കാരണം കൊച്ചി രാജാവും
അതുപോലെ വടക്കങ്കൂർ രാജാവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പോർച്ചുഗീസുകാർ ഇടപെട്ടത് 1550 യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി. തൻ്റെ സാമന്തനായ വടക്കങ്കൂർ രാജാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൽ കോപാകുലനായ രാജാവ് സാമൂതിരി കൊച്ചി ആക്രമിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ കൊച്ചിക്കൊപ്പം ചേരുകയാണ് ചെയ്തത്. മാത്രമല്ല, കൊച്ചിക്കൊപ്പം ചേരുകയും സാമൂതിരിയുടെ നഗരങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ 1571 ചാലിയൻകോട്ട സാമൂതിരി പിടിച്ചെടുക്കുന്നു. അങ്ങനെ കോട്ട തകർത്ത തരിപ്പണമാക്കുന്നു. അപ്പോൾ ഈ ചാലിയൻകോട്ടയുടെ തകർച്ച കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ പതനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. അപ്പോൾ ചാലിയത്ത് നിന്നും ഈ പോർച്ചുഗീസുകാർ പിൻവാങ്ങുന്നു. അതോടുകൂടി കുഞ്ഞാലിമരക്കാരന്മാർ വളരെ ശക്തന്മാരായിട്ട് മാറുന്നു. പിന്നെ സാമൂതിരിയുടെ നാവിക പടയുടെ നേതാക്കന്മാരായിരുന്ന കുഞ്ഞാലിമാർ പിന്നീട് വളരെ ശക്തന്മാരായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. പോർച്ചുഗീസുകാരെ ചാലിയത്ത് നിന്ന് തുരത്താൻ സാമൂതിരി ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ കുഞ്ഞാലി മരക്കാന്മാരാണ്. അപ്പം എന്താണ് കുഞ്ഞാലിമാരെന്നും പ്രധാനപ്പെട്ട കുഞ്ഞാലിമാരാരൊക്കെയായിരുന്നു നമ്മൾ വിശദമായിട്ടൊരു അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയുടെ അനുവാദത്തോടു കൂടി കോട്ടയ്ക്കലിൽ ഒരു മരക്കാർ കോട്ട കെട്ടുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നൊക്കെ എന്നീ ബിരുദങ്ങളൊക്കെ കുഞ്ഞാലി സ്വയം സ്വീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ കുഞ്ഞാലിയും സാമൂതിരിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വരാനുള്ള ഒരു കാരണം ഈ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് ആ കാലഘട്ടത്തിൽ പൊന്നാനിയിലൊരു വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം കൊടുക്കുന്നു. അപ്പോൾ ഇത് കുഞ്ഞാലികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞാലി മൂന്നാമന് ഇഷ്ടപ്പെട്ടില്ല. ഇക്കാര്യം അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നു. സാമൂതിരിയുടെ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. കാരണം കുഞ്ഞാലികൾ വളരെ ശക്തിയായി വരികയാണ്. അപ്പോൾ തൻ്റെ തലയ്ക്ക് മീതെ അവരെത്തും എന്ന് മനസ്സിലാക്കിയ കുഞ്ഞാലികളെ ഒന്ന് അടിച്ചമർത്താൻ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതോടുകൂടി അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയോടുകൂടി സാമൂതിരി രാജാവ് പോർച്ചുഗീസുകാരുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, തൻ്റെ ഈ നാവികപ്പടയുടെ നേതാക്കന്മാരായ കുഞ്ഞാലികൾക്കെതിരെ തന്നെ ഒരു സൈനിക നീക്കം നടത്തുന്നതിനും കേരള ചരിത്രം സാക്ഷിയായി. ഇങ്ങനെ 1598 പോർച്ചുഗീസ് സാമൂതിരി സഖ്യം കുഞ്ഞാലിക്കോട്ട ആക്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പക്ഷേ വീണ്ടും 1600 വീണ്ടും സാമൂതിരി പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി കുഞ്ഞാലിമാരുടെ കോട്ട ആക്രമിക്കുന്നു. ഇത്തവണ കുഞ്ഞാലിമാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഏതായാലും സാമൂതിരി കുഞ്ഞാലികൾക്ക് പൊതുമാപ്പ് വാഗ്ദാനം ചെയ്തു. കീഴടങ്ങുകയാണെങ്കിൽ മാപ്പ് തരാം വാഗ്ദാനം ചെയ്തു. അങ്ങനെ കുഞ്ഞാലി ആ വാക്കിൽ വിശ്വസിച്ച് കീഴടങ്ങുന്നതായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ സാമൂതിരി ഒരിക്കലും തൻ്റെ വാക്ക് പാലിച്ചില്ല. കീഴടങ്ങിയ തൻ്റെ മുൻ സേനാനായകനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് സാമൂതിരി തൻ്റെ കുഞ്ഞാലിമാരോടുള്ള ദേഷ്യം തീർത്തത്. അപ്പോൾ കുഞ്ഞാലി നാലാമനെ കയ്യിൽ കിട്ടിയപ്പോൾ പോർച്ചുഗീസുകാർക്ക് കുറേ കണക്ക് തീർക്കാണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നാശം വരുത്തിയത്, കടലിൽ ഏറ്റവും കൂടുതൽ നാശം വരുത്തിയത് ഈ കുഞ്ഞാലിമാരായിരുന്നു. അങ്ങനെ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിലേക്ക് കൊണ്ടുപോയി. ഗോവയിൽ വെച്ച് വളരെ നിഷ്ഠൂരം കുഞ്ഞാലിയെ വെട്ടിനുറുക്കി കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വെട്ടിനുറുക്കിയിട്ട് ബർഡസിലെയും അതേപോലെ പഞ്ചിമിലെയും കടപ്പുറത്ത് പ്രദർശിപ്പിച്ചു. എന്നിട്ടും കുഞ്ഞാലിയോടുള്ള പക അടങ്ങാത്ത പോർച്ചുഗീസുകാർ അദ്ദേഹത്തിൻ്റെ തല ഉപ്പിലിട്ട് വെച്ച് കണ്ണൂരിൽ കൊണ്ടുവന്ന് പൊതുജനങ്ങൾക്ക് താക്കീതെന്ന വണ്ണം പ്രദർശിപ്പിച്ചു. സ്ഥലങ്ങളിൽ പ്രദർശനം നടത്തി. അപ്പോൾ സാമൂതിരി വംശത്തിൻ്റെ ചരിത്രത്തിലെ ഒരു തീരാത്ത കളങ്കമാണ് കുഞ്ഞാലിയുടെ ആ വധവും ആ സംഭവവും. മാത്രമല്ല, എത്രമാത്രം ക്രൂരന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് വെളിവാക്കുന്നതായിരുന്നു ആ സംഭവം. ഇനി ചർച്ച ചെയ്യാനുള്ളത് കേരളത്തിലെ
പോർച്ചുഗീസുകാരുടെ അധപ്പതനം എങ്ങനെയായിരുന്നെന്നും ഈ പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ സ്വാധീനം എന്തായിരുന്നു എന്നുമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.